ഒരാള് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മറ്റൊരു MLA നിങ്ങൾ ഇനി താമസിച്ചാൽ മറ്റുള്ളവർ വഴി ബ്ലോക്ക് ആവും. എന്നെ മുന്നോട്ട് വിടുക. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ രസകരമായ സന്തോഷം നിറയുന്ന പല കാഴ്ചകളുമായാണ് ഇന്നത്തെ ദിവസത്തെ തുടക്കം. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം രാഷ്ട്രീയ പ്രത്യേകതകൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അടക്കി വാഴുന്നത് ഒരു ചാണ്ടി ഉമ്മൻ എന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ചാണ്ടി ഉമ്മൻ തന്നെയാണ്. ചാണ്ടി ഉമ്മൻ ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണുന്നുണ്ട്. നിയമസഭയിലേക്ക് ചാണ്ടി ഉമ്മന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത് അല്പസമയത്തിനകം നടക്കും. അക്ഷരമാല ക്രമത്തിലാണ് ഈ സത്യപ്രതിജ്ഞ എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ചാണ്ടി ഉമ്മന്റെ സത്യപ്രതിജ്ഞ നടക്കാൻ അല്പം വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ചാണ്ടി ഉമ്മൻ സൈക്കിൾ ചവിട്ടി, ചാണ്ടി ഉമ്മന്റെ റിയൽ സ്റ്റൈൽ ചാണ്ടി ഉമ്മന്റെ സൈക്കിൾ ചവിട്ടിയാണ് ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് എത്തുന്നത്. ആ ആവേശം നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട് സൈക്കിൾ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഞാൻ സൈക്കിൾ ചവിട്ടിയാണല്ലോ ജനങ്ങൾ ഹൃദയത്തിലേക്ക് കയറി, അല്ലെങ്കിൽ ജനങ്ങൾ എനിക്ക് വോട്ട് തരാനുള്ള പ്രധാന കാരണം സൈക്കിൾ ചവിട്ടിയത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടിയാണല്ലോ ഞാൻ പുതുപ്പള്ളിയിലെ എല്ലാ വീടുകളിലും തെരുവ് വീതികളിലും ഒക്കെ നടന്നത്. അതുകൊണ്ട് സൈക്കിളിൽ തന്നെ ആകട്ടെ എൻ്റെ ഈ യാത്രയെന്ന് ഞാൻ കരുതി. എല്ലാ ദിവസവും സൈക്കിളിൽ വരണം, എല്ലാ നിയമസഭയിലും സൈക്കിളിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാധിക്കുന്ന ദിവസങ്ങളിൽ വരാം, നോക്കാം നമുക്കെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നല്ലോ, അതിൽ ചില നീരസം ജനങ്ങൾക്കുണ്ടല്ലോ, അതിനോട് എങ്ങനെയാണ് പ്രതികരണം എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുത്തു. മന്ത്രിസഭയിലേക്ക് എന്നത് നിങ്ങൾ കൊടുത്ത ഫാൾ ന്യൂസ് അല്ലേ, അല്ലെങ്കിൽ തെറ്റായ വാർത്തയല്ലേ, അത് അപ്പോൾ ജനങ്ങൾ അതങ്ങനെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ചാണ്ടി ഉമ്മന്റെ ഈ വെറൈറ്റി, എന്നും ചാണ്ടി ഉമ്മൻ വെറൈറ്റിയാണ്, ജനഹൃദയങ്ങളിലാണ് ചാണ്ടി ഉമ്മൻ എന്ന കാര്യം നമുക്ക് സംശയമില്ല. എന്തായാലും ദൈവനാമത്തിൽ ഒക്കെ തന്നെ സത്യപ്രതിജ്ഞകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മന്റെയും KK രമയുടെയും അതുപോലെ തന്നെ നിരവധി ജയിച്ചു കയറിയ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒക്കെ എല്ലാവരുടെയും സത്യപ്രതിജ്ഞ കാണാനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ ബിന്ദു കൃഷ്ണ, കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ബിന്ദു കൃഷ്ണയാണ്. കൊല്ലം DCC മുൻ പ്രസിഡന്റ് ആയിരുന്നു ബിന്ദു കൃഷ്ണ. നമുക്കറിയാം ബിന്ദു കൃഷ്ണ ഇപ്പോൾ മന്ത്രിയാണ്. എന്തായാലും വലിയ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇരിക്കുന്നത്. മാത്രമല്ല മുൻ പിണറായി വിജയൻ പ്രതിപക്ഷ സീറ്റിലും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സീറ്റിലുമാണ് ഇരിക്കുന്നത്. അത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ കാണുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും 16ാം കേരള നിയമസഭയിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞ തുടങ്ങി. 9 മണിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങി. പ്രോടൈം സ്പീക്കറായ G. സുധാകരനാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ബഹുമാന്യനായ ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെ G. സുധാകരൻ സഭയെ അഭിസംബോധന ചെയ്തത്. രണ്ടാമതായി പറാക്കൽ അബ്ദുള്ളയും മൂന്നാമതായി KM അഭിജിത്തുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മൂവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. KK ആബിദ് ഹുസൈൻ തങ്ങൾ, അതുപോലെ തന്നെ അബിൻ വർക്കി എന്നിവരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പുനലൂർ MLA C. അജയ് പ്രസാദ്, OS അംബിക, GR അനിൽ എന്നിവർ സഗൗരവും സത്യപ്രതിജ്ഞ ചെയ്തു. OS അംബികയാണ് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വനിത. സത്യവാചകത്തിൽ അവസാനം ആലുവക്കാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് അൻവർ സാദത്ത് പറഞ്ഞു. MAS അരുൺകുമാറും സഗൗരവം പ്രതിജ്ഞ ചെയ്തപ്പോൾ കന്നഡ ഭാഷയിലാണ് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്തായാലും ആവേശഭരിതം തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. നമുക്ക് ചാണ്ടി ഉമ്മന്റെ ബൈറ്റ് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മറ്റൊരു MLA നിങ്ങൾ ഇനി താമസിച്ചാൽ മറ്റുള്ളവർ വഴി ബ്ലോക്ക് ആവും. എന്നെ മുന്നോട്ട് വിടുക.
കെ ബിനിമോനാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നത് 16-ാം നിയമസഭയിൽ. നോക്കുക ആ കാഴ്ച, അതായത് പിണറായി വിജയൻ പ്രതിപക്ഷ സീറ്റിലിരിക്കുന്നു, പിന്നെ നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു, ജി സുധാകരൻ സ്പീക്കർ കസേരയിൽ ഇരിക്കുന്നു. ഇതൊരു ഫ്രെയിം ചെയ്ത് വെക്കേണ്ട ഫോട്ടോ തന്നെയാണ്, ഈ നിമിഷം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും കെ രമ ഇനി ഒടുവിലൊക്കെ ആയിരിക്കണം ചെയ്യുന്നത്. നമുക്കറിയാം അക്ഷരമാല ക്രമത്തിലാണ്, ആദ്യം ഭരണപക്ഷത്ത് നിന്നും പിന്നീട് പ്രതിപക്ഷത്ത് നിന്നുമാണ് വരുന്നത്. ഏതായാലും ആവേശഭരിതം തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല, സംശയവുമില്ല. എന്തായാലും നമ്മുടെ സ്പീക്കർ അഭിസംബോധന ചെയ്തതൊക്കെ തന്നെ ഏറെ ആവേശത്തോടു കൂടിയാണ്. ചാണ്ടി ഉമ്മനാണ് ഇനി അടുത്തത് പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ മുണ്ടൊന്നുമല്ല, ചാണ്ടി ഉമ്മൻ ഒരു ടീഷർട്ടും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ചിത്രം വെച്ചിട്ടുണ്ട്, ആ ചിത്രം ടീഷർട്ടിൽ പതിച്ചിട്ടുണ്ട്. അങ്ങനെ ചാണ്ടി ഉമ്മൻ ഇതാ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, സത്യവാചകം ചൊല്ലുന്നു. ദൈവനാമത്തിലാണ് ചാണ്ടി ഉമ്മൻ സത്യവാചകം ചൊല്ലുന്നത്. എന്തായാലും നമുക്ക് ചാണ്ടി ഉമ്മന്റെ പ്രതിജ്ഞയിലേക്ക് കടക്കാം. ചാണ്ടി ഉമ്മൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ചാണ്ടി ഉമ്മനും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ ഒരു കരങ്ങൾ, ഒരു അദൃശ്യ കരങ്ങൾ, ഒരു അദൃശ്യ അനുഗ്രഹം തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ചാണ്ടി ഉമ്മൻ ആ ഷർട്ടിൽ പതിച്ചിരുന്ന നെഞ്ചോട് ചേർത്ത് വെച്ച ഉമ്മൻചാണ്ടിയുടെ ആ ചിത്രം, അത് എല്ലാവരും ശ്രദ്ധയോടുകൂടി തന്നെയാണ് കണ്ടുവരുന്നത്. ഏതായാലും ചാണ്ടി ഉമ്മന് അഭിനന്ദനങ്ങൾ, പുതുപ്പള്ളിക്കാർക്ക് അഭിനന്ദനങ്ങൾ. ചാണ്ടി ഒരു വെറൈറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും സ്പോർട്സ് പാൻറ്റും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും ഒക്കെ ഇട്ട് വരുന്ന ഒരു ചാണ്ടി നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്നത് ഒരു വെറൈറ്റി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു ഷോ ഓഫ് അല്ല, ചാണ്ടി ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.